ഈ ഫെമിനിസം എന്ന വാക്കാണ് ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വാക്ക്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ശത്രു പുരുഷനല്ല, പിന്നെ ആരാണ് നമ്മുടെ ശത്രു? നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിനുമായി പെരിന്തൽമണ്ണയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കൂട്ടായ്മയുടെ പെൺവസന്തം എന്ന പേരിൽ മഹിളാ ദിനാഘോഷം സംഘടിപ്പിച്ചു. എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമായ സുഹ്റ കൂട്ടായി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹവും ആത്മവിശ്വാസവും കൈമുതലാക്കി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച സ്ത്രീകൾ സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് വലിയ സംഭാവനകളാണ് നൽകുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയം, ശാസ്ത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ന് സ്ത്രീകളുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാനാവാത്തതായി മാറിയിരിക്കുന്നു. സ്ത്രീകളുടെ ഈ സംഭാവനകളെ ഓർമ്മപ്പെടുത്തുകയും അവരുടെ അവകാശങ്ങളും സമത്വവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ദിനമായാണ് ഇന്ന് ലോക വനിതാ ദിനം ആചരിക്കുന്നത്. പെരിന്തൽമണ്ണയിലും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സർവ്വദേശീയ മഹിളാ ദിനം ആചരിച്ചത്. AIDWA, കർഷക സംഘം, KSKTO, CITO, DYFI, SFI, NREGWI, KSSPU തുടങ്ങിയ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയുടെ പെൺവസന്തം വിപുലമായി. സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ സുഹ്റ കൂട്ടായി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ശത്രു പുരുഷന്മാരല്ലെന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി. ഈ ഫെമിനിസം എന്ന വാക്കാണ് ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വാക്ക്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ശത്രു പുരുഷനല്ല, പിന്നെ ആരാണ് നമ്മുടെ ശത്രു? പിതാരക്ഷതി കൗമാരെ പിതാരക്ഷതി കൗമാരെ പുത്രാരക്ഷതി വർദ്ധയ്ക്ക് സ്ത്രീ സ്വാതന്ത്ര്യം മകതി. കുട്ടിക്കാലത്ത് അച്ഛൻ നോക്കും, കെട്ടുകഴിഞ്ഞാൽ ഭർത്താവും, വാർദ്ധക്യത്തിൽ പുത്രൻ, പിന്നെ പെണ്ണിനെതിരെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് മനുസ്മൃതിയാണ്. ഇതിന്റെ മലയാള പരിഭാഷയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ പുരുഷ കേന്ദ്രീകൃത ആശയങ്ങൾ ഉൾക്കൊണ്ടൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പുരുഷനല്ല സ്ത്രീയുടെ ശത്രു. എന്റെ അഭിപ്രായത്തില് കേരള ആദ്യത്തെ ഫെമിനിസ്റ്റ് വീട്ടിൽപ്പെടുത്തിപ്പോഴാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിലവസരങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പെൺവസന്തം ചർച്ച ചെയ്തു. KSKTU മുതിർന്ന കർഷക തൊഴിലാളി അംഗമായിരുന്ന മുണ്ടിയമ്മ, ഏറ്റവും പ്രായം കൂടിയ സർവീസ് പെൻഷനറും മുൻ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സരോജിനി ടീച്ചർ, 72 വയസ്സുള്ള NREG തൊഴിലാളി ശാരദ, മഹിളാ അസോസിയേഷൻ പ്രസ്ഥാന രൂപീകരണം മുതൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച തങ്കമണി, കൺസ്ട്രക്ഷൻസ് മേഖലയിലെ കരുത്തുറ്റ ലേഡി കോൺട്രാക്ടറും എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമായ ആയിഷ, രാജേഷ് നമ്പ്യാരുടെ അന്ത്യകർമ്മം സ്വന്തം വീട്ടിൽ നടത്തിയ ഇയ്യാത്തുമ്മ, സോഫിയ ടീച്ചർ, ദീപ, ശ്രേയ കണ്ടപ്പാടി, ആരതി തുടങ്ങിയവരെ ലളിത, സരോജിനി, റിട്ടയർഡ് DMO രേണുക, ഹഫ്സത്ത്, സുമ, വിജയകുമാരി, ദീപ, KT പ്രേമലത എന്നിവർ ചേർന്ന് ആദരിച്ചു. വനിതാ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനെതിരെ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ഇത് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുടെ ബാക്കിപത്രം. വിദ്യാലയങ്ങളിൽ ആതുരാലയങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ വർഷിക്കുന്ന ബോംബുകൾ ഇത് കടുത്ത കാടത്തം. എല്ലാ സീമകളും അതിലംഘിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ നടത്തുന്ന കടന്നാക്രമണം. ഏലംകുളം ടീം അവതരിപ്പിച്ച കലാപരിപാടികളും വേറിട്ടതായി. ചടങ്ങിൽ കൂട്ടായ്മയുടെ പെൺവസന്തം ചെയർപേഴ്സൺ നിഷി അനിൽ രാജ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ സൗമ്യ, മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം K. ബദറുനിസ, ശിൽപ A. നസീർ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു.
ചാനൽ ടൺ പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.